ഇൻഷാ അല്ലാഹ് നമ്മള് ഇന്ന് എടുക്കുന്ന ഭാഗം ഒന്ന് ഓതാം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أصطفى البنات على البنين ما لكم كيف تحكمون أفلا تذكرون أم لكم سلطان مبين فأتوا بكتابكم إن كنتم صادقين وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون سبحان الله عما يصفون إلا عباد الله المخلصين. ഇത്രയാണ്. ഇതിൽ ചില ആയത്തുകൾ നമ്മൾ മുമ്പ് വന്നിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്നുള്ള ആയത്തൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതി തരാം. നിങ്ങളൊന്ന് ഓതിക്കോ. ഒരു മിനിറ്റ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أصطفى البنات على البنين ما لكم كيف تحكمون أفلا تذكرون أم لكم سلطان مبين فأتوا بكتابكم إن كنتم صادقين وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون سبحان الله عما يصفون إلا عباد الله المخلصين. ഇൻഷാ അല്ലാഹ് ഇത്രയും ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതില് 153 ആയത്ത് തൊട്ടു മുമ്പുള്ള ആയത്തുകളുടെ തുടർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മക്കളുണ്ട് എന്ന ആരോപണം മുശ്രിക്കുകൾ പറയുന്നു. അത് പെൺമക്കളാണെന്ന് പറയുന്നു. അത് രണ്ടാമത്തെ ആരോപണം. മൂന്നാമത് മലക്കുകളെ പറ്റി, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നിങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർ കൊണ്ടു നടക്കുകയാണ്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വിമർശിക്കുന്നു. ആ വാദത്തിന്റെ ഗൗരവം അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. അപ്പം അള്ളാഹു മക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് 153 ആയത്ത് അതിന്റെ തുടർച്ചയാണ്. അസ്തഫ, അവൻ തെരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ പ്രാധാന്യം നൽകുകയോ,
അൽ ബനാത്തി, ബനാത്ത് വെച്ചാൽ പെൺമക്കളെ, ബിന്ത് ബനാത്ത്. അലൽ ബനീൻ ആൺമക്കളെക്കാൾ, ബനൂൻ ബനീൻ, ബനീൻ ഇവിടെ ജെർ ചെയ്ത് വന്നാണ്, അതുകൊണ്ടാണ് ബനീൻ എന്ന് വന്നത്. ആൺമക്കളെക്കാൾ, ഇബ്നുൻ എന്ന് പറഞ്ഞാൽ കുട്ടി, മകൻ. അപ്പൊ അവൻ ആൺമക്കളെക്കാൾ പ്രാധാന്യം നൽകി പെൺമക്കളെ തെരഞ്ഞെടുത്തിരിക്കുകയോ? അതൊക്കെ ഈ മുശ്രിക്കുകൾ അള്ളാന്റെ പേരിൽ ആരോപിച്ചാണ്. അള്ളാഹ്ക്ക് ആൺമക്കളെ ആവശ്യമില്ല, അള്ളാഹ്ക്ക് പെൺമക്കളെയാണ് ആവശ്യമുള്ളത്. അള്ളാഹ് പെൺമക്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് അള്ളാഹു മലക്കുകളെ പെൺമക്കളായി സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ള റബ്ബിന്റെ പേരിൽ ഇല്ലാത്ത വാദങ്ങൾ അവർ ആരോപിക്കുന്നു. അപ്പൊ ഇതൊക്കെ അള്ളാഹു തിരിച്ചു ചോദിക്കുകയാണ്, റബ്ബ് ചോദിക്കുകയാണ്, ആൺമക്കളെക്കാൾ പെൺമക്കളെ അള്ളാഹ് തെരഞ്ഞെടുത്തിരിക്കുകയാണെന്നോ? മാ ലക്കും കൈഫ തഹ്കമൂൻ. എന്നിട്ട് അള്ളാഹു അതിനേക്കാൾ ഗൗരവത്തിൽ ചോദിക്കുകയാണ്, ഹേ മുശ്രിക്കുകളെ, കാരണം മുശ്രിക്കുകളോടാണ് ചോദ്യം. മാ ലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്താണ്, കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത്. ഹക്കമ എന്ന് പറഞ്ഞാൽ വിധിച്ചു, ഹക്കമ യഹ്കുമു, വിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹുക്കുമാണ്, ഹുക്കുമ് വിധികർത്താവ്, ഹാക്കിം. സാധാരണ അറബിയിൽ ഇവിടെയൊക്കെ ജഡ്ജിക്ക് പറയാം ഹാക്കിം എന്നാണ്, ജഡ്ജി. മഹ്കമ എന്ന് പറഞ്ഞാൽ കോടതിയാണ്, കോർട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് മുശ്രിക്കുകളെ, എങ്ങനെയാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ? എന്നിട്ട് റബ്ബ് വീണ്ടും ചോദിക്കുകയാണ് 155 ആയത്തിലൂടെ, അഫല തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന്. ഇതേപോലെ നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, കുറേ സൂറത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചോദ്യം ചോദിക്കുന്നുണ്ട്, റബ്ബിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ. ഇപ്പൊ സൂറത്തു നജ്ം, നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തു നജ്മില് 21, 22 ആയത്തുകളിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലക്കുമു ദക്കറു വലഹുൽ ഉൻസ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ അഭിമാനത്തോടുകൂടി കാണുന്ന ആൺമക്കൾ, വലഹുൽ ഉൻസ, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ അപമാനമായി കാണുന്ന പെൺമക്കളെ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ചാർത്തി വെക്കുകയും ചെയ്യുന്നു. തിൽക ഇദൻ ഖിസ്മത്തുൻ റീസ, അത് നീതിയില്ലാത്ത ഒരു വീതം വെക്കലാണല്ലോ, ഓഹരി വെക്കലാണല്ലോ എന്ന് കാണാം. അതേപോലെ സൂറത്തുൽ ഇസ്രാ 17 സൂറത്താണ്. സൂറത്ത് ഇസ്രായിലെ 40 ആയത്തിലും അള്ളാഹു പറയുന്നുണ്ട്, അഫ അസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീൻ, പിന്നെ വത്തഖദ മിനൽ മലായികതി ഇനാസൻ ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അളീമ. അള്ളാഹു പെൺമക്കളായി മലക്കുകളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു എന്ന്. നിങ്ങൾ വളരെ ഗൗരവമുള്ള സീരിയസ് ആയ ഒരു വാക്കാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, അള്ളാഹിനെ പറ്റി നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ മക്ക മുശ്രിക്കുകള്, നബിയെ നിങ്ങൾ അള്ളാഹിനെ പറ്റി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന അള്ളാഹിനെ പറ്റി ഒന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോഴാണ് സൂറത്തു ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് അവതരിച്ചത്. അള്ളാഹ് ആരാണ് എന്ന ചെറിയ സൂറത്തിലുണ്ട്. ഖുർആനിന്റെ സുലുസ്, അതായത് 1/3 എന്ന പേരിലാണ് ആ സൂറത്ത് അറിയപ്പെടുന്നത്. അത്രയും പ്രതിഫലമാണ് ആ സൂറത്തിന്. കാരണം അള്ളാഹുവിനെ പറ്റി പറയുന്ന അധ്യായമാണ്. അള്ളാഹിനെ പറ്റി പറയുന്ന ആയത്താണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. അള്ളാഹിനെ പറ്റി പറയുന്ന സൂറത്താണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ തന്നെ അള്ളാഹുവിനെ പറ്റി പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ആ സൂറത്താണ് ഖുർആന്റെ 1/3 എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്രയേറെ പ്രതിഫലമുണ്ട്. അപ്പൊ ആ സൂറത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, പിന്നെ അള്ളാഹു പറഞ്ഞ ലം യലിദ് വലം യൂലദ്, അള്ളാഹു ഒരു സന്തതിയെ ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹു ഒരു പിതാവിന്റെ, റബ്ബ് ഒരു പിതാവിന്റെ മകനായി, ഒരു കുട്ടിയായി ജനിച്ചവനും അല്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതൊക്കെ
അള്ളാഹു പുത്രവാദത്തിൽ നിന്നും പുത്രസങ്കല്പത്തിൽ നിന്നും പരിശുദ്ധനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതീവ ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പുത്രവാദത്തെ കാണുന്നത് എന്നർത്ഥം. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളെന്നല്ല ഉദ്ദേശിച്ചത്, മറ്റ് ഇതര മതസ്ഥരായ ആളുകൾ. ഇപ്പൊ ദൈവത്തിന്റെ അവതാരങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ വരും എന്ന് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ദൈവാവതാരങ്ങൾ. അതേപോലെ തന്നെ അള്ളാഹുവിന് മക്കളുണ്ട്, മകനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസമൊക്കെ മുൻനിർത്തി നമ്മുടെ നാട്ടില് ആഘോഷങ്ങൾ, ഇപ്പം പിന്നെ ഈ കൃഷ്ണ ജയന്തി, ഇതൊക്കെ ദൈവാവതാര സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതേപോലെ ക്രിസ്തുമസ് അള്ളാഹുവിന്റെ പുത്രനാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന വിശ്വാസം വെച്ചുകൊണ്ടാണ് ആഘോഷം മുഴുവനും നടക്കുന്നത്. ഇവിടെ നമ്മുടെ ആളുകളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ പിശാച് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആണല്ലോ ആദ്യമായിട്ട് ഈ ഷിർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞ് 10 തലമുറയിൽ ഷിർക്കില്ലായിരുന്നു. 10 തലമുറയോളം ഷിർക്കില്ലാതെയാ പോയത്. പിന്നെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിൽ ഷിർക്ക് കടന്നു വരുന്നത്. ആ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യരായിരുന്നു വദ്, സുവാ, യഊസ്, യഊക്ക്, നസ്ർ എന്നീ പറയുന്ന 5 ആളുകൾ. ആ ആളുകളുടെ പിന്നീട് അവരുടെ രൂപങ്ങളും മറ്റുണ്ടാക്കി വെച്ച് ആ ആളുകളെ ആരാധിക്കാൻ തുടങ്ങി. ആദ്യം ആദരിച്ചു, ബഹുമാനിച്ചു. ഒരു തലമുറ കഴിഞ്ഞപ്പം പിന്നെ അവരെ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പൊ ആ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു അവരെ ആരാധിച്ചു തുടങ്ങി. എന്നതുപോലെ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ 5 പ്രവാചകരിൽ ഉലുൽ അസ്മകളിൽപ്പെട്ട ഒരു നബിയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ആ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ഏക പുത്രനാണ് എന്നും വിശ്വസിച്ചുകൊണ്ട് ക്രൈസ്തവരായ ആളുകൾ എന്ത് ചെയ്തു? ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങി. അപ്പൊ ആ ആഘോഷം നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അപ്പൊ പല ആളുകളും ആഘോഷമല്ലേ, ഒരു സൗഹാർദ്ദവും സഹകരണവും ഒക്കെ ഒരു മതേതര സമൂഹത്തിൽ ആവശ്യമല്ലേ എന്ന് ചിന്തിക്കുന്നു. അത്തരം ആഘോഷങ്ങൾക്ക് ആശംസകൾ നേരുന്നു. അത്തരം ആഘോഷവേളകൾ വരുമ്പോൾ സ്വന്തം വീട്ടില് സ്റ്റാറുകൾ തൂക്കുന്നു, അതിന്റെ അലങ്കാരം നടത്തുന്നു, അത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ നേരുന്നു, കാർഡുകൾ അയക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അതിന്റെ ഗ്രീറ്റിംഗ്സ് കാര്യങ്ങൾ അറിയിക്കുന്നു. ഇതിലൊന്നും കുഴപ്പമില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ അത് തെറ്റാവുള്ളൂ. നമുക്കങ്ങനെ വിശ്വാസമൊന്നും ഇല്ലല്ലോ. നമ്മളൊരാഘോഷം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചേരുന്നു എന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. സത്യത്തിൽ അത് അങ്ങേയറ്റം അപകടം നിറഞ്ഞ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് തെറ്റുകളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും. ഒരാള് മറ്റൊരു സമൂഹത്തിന്റെ ആചാരവുമായി സദൃശ്യപ്പെട്ടാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽ പെട്ടവനായി എന്നാണ്. വിശ്വാസമൊന്നും വേണ്ട, അവരുടെ സംസ്കാരമായിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു സൗഹാർദ്ദത്തിന്റെ പേരിൽ അത് നമ്മളങ്ങ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങളെ ഏറ്റെടുക്കുക. ഇതൊക്കെ നമ്മൾ അവരിൽ പെടാൻ ഇടയാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ ഗൗരവമുള്ള ഒരു ഹദീസാണ്. അപ്പം വിശ്വാസമില്ല എന്ന കാരണത്താൽ നമുക്ക് ഒരു നിലയ്ക്കുള്ള ഇത്തരത്തിലുള്ള തെറ്റുകളിലും ഏർപ്പെടാൻ പറ്റില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. കാരണം വളരെ ഗൗരവത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുത്രവാദത്തെ എതിർത്തിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടെ ഈ ആദ്യത്തെ 3 ആയത്തുകളിൽ പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അം ലക്കും സുൽത്താനും മുബീൻ. അം ലക്കും, നിങ്ങൾക്കുണ്ടോ സുൽത്താൻ, വല്ല പ്രമാണവും. സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരം എന്നർത്ഥമുണ്ട്, പ്രമാണം, രേഖ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വല്ല പ്രമാണവും ഉണ്ടോ? മുബീൻ, പ്രത്യക്ഷമായ, നിങ്ങൾ
അള്ളാഹുവിൻ്റെ പേരിൽ ഇത്തരം ആരോപണങ്ങളും വാദങ്ങളും ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്കതിനൊക്കെ തെളിവുണ്ടോ, അതല്ല നിങ്ങളെ വെറും വർത്താനാണോ എന്നല്ല ചോദിക്കുന്നത്. എത്ര ആയത്തുകളാണ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാറ്റിവെച്ചെന്ന് നോക്കിയേ. വീണ്ടും 157 ആയത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഫഅ്തു ബി കിതാബിക്കും ഇൻ കുന്തും സ്വാദിഖീൻ. ഫഅ്തു എന്ന് പറഞ്ഞാല് അത്താ യഅ്തി, അതാണ് ഈ ഇത്തി ഇത്തിയാ നിങ്ങൾ കൊണ്ടുവാ. ഫഅ്തു ബി, ആ ബിയും കൂടെ ചേരുമ്പോഴാണ് കൊണ്ടുവാ എന്ന് വരുന്നത്. അപ്പൊ ഫഅ്തു ബി കിതാബിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളെ കിതാബ് ഒന്ന് കൊണ്ടുവാ. അള്ളാഹ്ക്ക് ഇങ്ങനെ മക്കളുണ്ട് എന്നും മലക്കൾ അള്ളാന്റെ പെൺമക്കളാണ് എന്നുമൊക്കെയുള്ള ഒരു കിതാബ്, അള്ളാഹ് പറഞ്ഞൊരു കിതാബ് നിങ്ങൾ കൊണ്ടുവാ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അത് നിങ്ങളൊന്ന് കൊണ്ടുവന്ന് കാണിക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇത്രയേറെ ആയത്തുകള് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുത്രനെ സ്വീകരിച്ചിട്ടില്ല, മക്കളെ സ്വീകരിച്ചിട്ടില്ല എന്നത് പറയാൻ ഇത്രയേറെ ആയത്തുകൾ ഇവിടെ കൊണ്ടുവന്നു നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെ നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. ഇനി അത് കഴിഞ്ഞ് 158 ആയത്ത് നോക്കിയേ. വജഅലൂ ബൈനഹു വബൈനൽ ജിന്നതി നസബാ വലഖദ് അലിമത്തിൽ ജിന്നതു ഇന്നഹും ലമുഹ്ദറൂൻ. വജഅലൂ, അവരാക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു, ബൈനഹു, അവന്റെ ഇടയിൽ അഥവാ അള്ളാഹുവിന്റെ ഇടയിൽ, ബൈനൽ ജിന്നത്തി, ജിന്നുകളുടെ ഇടയിലും, നസബ, ഒരു കുടുംബ ബന്ധം. നസബ് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധമാണ്. അപ്പം അവർ, അതായത് മക്ക മുശ്രിക്കുകള് അള്ളാഹുവിന്റെയും ജിന്ന് വർഗത്തിന്റെയും ഇടയിൽ ഒരു കുടുംബ ബന്ധം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടല്ല പറയുന്നു വലഖദ് അലിമത്തിൽ ജിന്നത്തു, ജിന്നുകൾക്ക് അറിയാം, അല്ലെങ്കിൽ അവരറിഞ്ഞിട്ടുണ്ട്, തീർച്ചയായും ജിന്നുകൾക്കറിയാം, ഇന്നഹും ലമുഹ്ദറൂൻ, തീർച്ചയായും അവർ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ് എന്ന്, ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ് എന്ന്. എവിടെ? പരലോകത്ത്, അല്ലെങ്കിൽ ശിക്ഷയിൽ. ഇവിടെ ശിക്ഷയിലാണ്, നരകത്തിൽ. ഉദ്ദേശിക്കുന്നത് ശൈത്താന്മാരാണ്. എല്ലാ ജിന്നുകളും നരകത്തിലല്ലല്ലോ. ജിന്നുകളിലെ മോശക്കാരായ ആളുകളാണ് പിശാചുക്കൾ. അപ്പൊ ഈ ആയത്ത് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും ജിന്ന് വർഗത്തിന്റെയും ഇടയിൽ ഒരു കുടുംബ ബന്ധം അവർ ഏർപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും ജിന്നുകൾക്ക് അറിയാം അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇത്രയും നേരം മലക്കുകളെ പറ്റി പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ പറ്റി പറഞ്ഞു. എന്നാൽ ഈ ആയത്ത് തഫ്സീർ ചെയ്യുന്നിടത്ത് ഭൂരിഭാഗം മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്ന് എന്നാണ് പറഞ്ഞതെങ്കിലും, കാരണം ഇതിന്റെ മുമ്പുള്ള ആയത്തുകളിലും ശേഷം വരുന്ന ഭാഗത്തൊക്കെ മലക്കുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ജിന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകൾ തന്നെയാണ്, ജിന്നുകളല്ല എന്നാണ് ഭൂരിപക്ഷ മുഫസ്സിറുകളും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ മുന്നും പിന്നും ഒക്കെ മലക്കുകളെ പറ്റിയാണ് പരാമർശം. പിന്നെ ജിന്ന് എന്ന് ഉള്ള ഒരു പ്രയോഗം മലക്കുകളെ പറ്റി പറയാൻ കാരണം, ഇതിലൊരു അഭിപ്രായം, അതായത് ഈ മറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന, കാരണം നമുക്ക് ജിന്നുകളെയും കാണുകയില്ല മലക്കുകളെയും കാണൂല, നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ആത്മീയ ജീവികൾ എന്ന നിലയ്ക്കാണ് അള്ളാഹു ആ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പം മലക്കും പിശാചുമൊക്കെ ജിന്ന് എന്ന ആ ഒരു പദത്തിന്റെ പരാമർശത്തിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മലക്കുകളും ജിന്ന് വർഗത്തിൽ വരും, എന്നാൽ എല്ലാ ജിന്നുകളും മലക്കായിരിക്കുകയുമില്ല എന്നാണ് അതിൽ വന്നിട്ടുള്ള ഒരു വ്യാഖ്യാനം. ഇനി ജിന്ന് തന്നെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ ജിന്നെന്നാണല്ലോ ആയത്തിൽ പറയാം, അങ്ങനെ ജിന്ന് തന്നെയാണെന്ന് വെച്ചാൽ അത് മറ്റൊരു അഭിപ്രായമാണ്. ഇപ്പൊ ജിന്നുകളിലെ നേതാക്കളായ ചിലരുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹം കഴിച്ചിരുന്നു എന്ന് അന്നത്തെ മക്കയിൽ ഉണ്ടായിരുന്ന കിനാന, അതുപോലെ ഹുസാ ഗോത്രക്കാരൊക്കെ വിശ്വസിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പം ജിന്ന് വർഗവും അള്ളാഹുവും തമ്മിൽ വൈവാഹിക ബന്ധമുണ്ട് എന്ന് ഉള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ഇത്തരത്തിൽ അള്ളാഹു ഒരു പരാമർശം നടത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട്. അത് വേറൊരു അഭിപ്രായമാണ്. അതേപോലെ ജിന്നുകളും റബ്ബും തമ്മിൽ വിവാഹമുണ്ടായിട്ടുണ്ട് എന്ന ഒരു വിശ്വാസം അന്ന് ജൂതന്മാർക്കും ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അഭിപ്രായ ഗതികളൊക്കെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ഇവിടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അള്ളാഹുവിന് കുടുംബ ബന്ധമുണ്ട്, അതുപോലെ അള്ളാഹുവിന് മക്കളുണ്ട് എന്നുള്ള വാദത്തെ എല്ലാം അള്ളാഹു ഈ ആയത്തുകളിലൂടെ നിരാകരിക്കുകയാണ്, നിഷേധിക്കുകയാണ്. എന്നിട്ട് അവസാനം പറയുന്ന ഇതാണ്, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കുകയാണ്. അള്ളാഹുവിനെ പറ്റി പറയുന്ന ആളുകൾ ഉണ്ടാക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അതുപോലെ തന്നെ റബ്ബിനെ പറ്റി പറയുന്ന എല്ലാ ദുരാരോപണങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അപ്പൊ സുബ്ഹാനല്ലാ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അപ്പൊ സുബ്ഹാനല്ലാ, അള്ളാഹു മഹാപരിശുദ്ധനാണ്. അമ്മാ യസിഫൂൻ, വസഫ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുക, വർണ്ണിക്കുക എന്നൊക്കെയാണ്. അപ്പം അവർ വർണ്ണിച്ച് വിവരിച്ച് പറയുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത്രയും ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ പേരിലുള്ള ആരോപണത്തെ അള്ളാഹു നിഷേധിക്കുകയാണ്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളെ വളരെ ഗൗരവത്തിലാണ് കാണേണ്ടത്. പുത്രവാദം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അത് ശരിയല്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കണം. എന്നിട്ട് റബ്ബ് പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, അള്ളാഹുവിന്റെ ഇഖ്ലാസുള്ള അല്ലെങ്കിൽ കളങ്കരഹിതരാക്കപ്പെട്ട ശുദ്ധരായ അടിയാന്മാരൊഴികെ അവർ അതിൽ ഉൾപ്പെടുകയില്ല എന്നാണ്. അപ്പം ഇഖ്ലാസുള്ള അഥവാ തൗഹീദുള്ള മനുഷ്യർ, തൗഹീദ് അറിഞ്ഞ മനുഷ്യർ, ഷിർക്കിന്റെ ഗൗരവം അറിഞ്ഞ ആളുകൾ ഒരിക്കലും അള്ളാഹുവിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയില്ല, കൊണ്ടു നടക്കുകയില്ല, വിശ്വസിക്കുകയില്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പം അള്ളാഹുവിനെ പറ്റി പറഞ്ഞുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ കൃത്യമായി നമ്മൾ അറിയണം, അതിൽ വിശ്വസിക്കണം. തൗഹീദിന് ഭംഗമുണ്ടാക്കുന്ന, തൗഹീദിന് കളങ്കമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള വിശ്വാസവും നമ്മുടെ അക്കീദയിൽ കടന്നു വരാൻ പാടില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തൗഹീദാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു വീഴ്ച വന്നാൽ തന്നെ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമാകും. നമ്മളാരും ഇവിടെ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. മറിച്ച് നമ്മൾ നേരത്തെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ പുത്രവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശരിക്ക് സൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ മതത്തിന്റെ അല്ലെങ്കിൽ ഇതര മതവിശ്വാസങ്ങളെ കടമെടുത്തുകൊണ്ടല്ല നമ്മൾ മതേതരത്വവും അല്ലെങ്കിൽ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കേണ്ടത്. മറിച്ച് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ടും അതിൽ അടിയുറച്ചു നിന്നുകൊണ്ടും മനുഷ്യർ എന്നുള്ള നിലയ്ക്കുള്ള മാനവികമായ സൗഹാർദ്ദമാണ് നമ്മളൊക്കെ കൊണ്ടു നടക്കേണ്ടത് എന്നുകൂടി ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് അഥവാ 1448 എന്ന പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതാണ്ട് 3-4 ദിവസം കഴിഞ്ഞാൽ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാം, ഒരു വലിയ നവവത്സര ആഘോഷം അല്ലെങ്കിൽ കരിമരുന്ന് പ്രയോഗങ്ങള്, പാർട്ടികള്, ഇതൊന്നും ഒരു ഹിജറ വർഷം തുടങ്ങുമ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷേ ഒരു പുതിയ ഹിജറ വർഷം പിറക്കുമ്പോൾ തീർച്ചയായും വിശ്വാസികൾക്ക് അതിൽ ഒരുപാട് ആലോചിക്കാനും ചിന്തിക്കാനുമുണ്ട്. ഓരോ പുതിയ മാസം പിറക്കുമ്പോഴും അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാ. അള്ളാഹുവെ നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും
രക്ഷയുടെയും എല്ലാം മാസമാക്കി ഈ മാസത്തെ നീ ഞങ്ങൾ കുതിപ്പിച്ചു തരണേന്നാണ് ഹിലാലിനെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഒരു വർഷം നമ്മളിൽ നിന്ന് പിന്നിടാൻ ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള ഹിജറ വർഷ കലണ്ടർ പ്രകാരമുള്ള ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിടുകയും പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ കർമ്മം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആളുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്തകൾ വരേണ്ട ഒരു സമയമാണ് ഒരു പുതുവർഷ പിറവി എന്ന് പറയുന്നത്. ആ ഒരു പുതിയ വർഷം ആഘോഷിക്കാനോ ആചരിക്കാനോ അതിന് പ്രത്യേകം ആശംസകൾ നേരാനോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ച് ഓരോ വർഷങ്ങളും ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും പുതുതായി കടന്നു വരുന്നതും രാപ്പകലുകൾ മാറി വരുന്നതും അതിന്റെ സംവിധാനവുമെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പാഠം നൽകുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ കുദറത്തും അള്ളാഹുവിന്റെ മഹത്വവും ഒക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത്. നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്ന ഈ ലോകത്ത്, ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു തന്ന സമയത്തിൽ ഒരല്പം കൂടി നമ്മൾ അടുക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത കൂടി ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഒക്കെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഈമാനിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈമാനിനെ തെറ്റിക്കാനും ആ ഈമാനിൽ വെള്ളം ചേർക്കാനും ഒരുപാട് ഫിത്തനകൾ പല വഴിക്കും കടന്നു വന്നു എന്ന് വരും. ഗൗരവമുള്ള പല വിഷയങ്ങളെയും ഡയലൂട്ട് ചെയ്ത് അതിലൊന്നും വലിയ കുഴപ്പമില്ല, ഇന്നത്തെ കാലം ഇങ്ങനല്ലേ, ആരപ്പം അങ്ങനെയൊക്കെ ചെയ്യാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി പലരും വന്നെന്നിരിക്കും നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ. അതിലൊന്നും തകരാതെ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ വിശ്വാസം അത് കരുത്തുറ്റതാണ്. അതാണ് നമുക്ക് അഭിമാനം, അതാണ് നമുക്ക് എപ്പോഴും ഇസ്സത്ത് നൽകുന്നത്. എവിടെയും തല ഉയർത്തി നിൽക്കാൻ നമുക്ക് അള്ളാഹു കരുത്ത് നൽകുന്ന നമ്മുടെ ഒരു വിശ്വാസമാണ്. അത് പോയാൽ എല്ലാം പോയി. അതുകൊണ്ട് ആ ഒരു ബോധത്തോടെയും വിശ്വാസത്തോടെയും ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് തന്നെ എത്രയോ ആയത്തുകളിൽ അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ പറ്റിയാണ്. അത്തരം വിശ്വാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ചുരുങ്ങിയ ആയത്തുകൾ 20 25 ആയത്തുകൾ മാത്രമേ ഇൻഷാ അള്ളാഹ് ഈ സൂറത്തിൽ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പരീക്ഷയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഇരുത്തവും കേൾവിയും പഠനവും എല്ലാം മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുക വഴി ഖുർആനിന്റെ വചനങ്ങൾ പഠിക്കാൻ, അള്ളാഹുവിന്റെ കലാമുകൾ കേൾക്കാനും അത് പഠിക്കാനും നമ്മൾ കാണിക്കുന്ന ഒരു താല്പര്യം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നിലനിർത്തി തരുമാറാവട്ടെ. അതിലൂടെ ഒരുപാട് ഖൈറാത്തുകൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് പ്രാർത്ഥനയിടാം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.